प्रभु ने हमको भूमि में और एक अवसर दिया है। ഇന്ന് നമ്മള് പ്രസംഗിക്കുന്ന സുവിശേഷത്തിന്റെ മാഹാത്മ്യത്തിൽ യേശു ക്രിസ്തുവിന്റെ ധനസ്ഥിതിയെ കുറിച്ചും വെളിപ്പെടുത്തുന്ന ചില ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. आज हम लोग जिस सुसमाचार को हम लोग प्रचार करते हैं, उस सुसमाचार में प्रभु यीशु मसीह का धन अवस्था क्या है, उस विषय में हम थोड़ा मनन करेंगे। അപ്പൊ നമുക്ക് എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 7-8 വാക്യങ്ങൾ വായിക്കാം. एफेसियों का पुस्तक उसका 3रा अध्याय उसका 7 और 8 हम इस रीति से पढ़ते हैं। ആ സുവിശേഷത്തിന് അവൻ അവന്റെ ശക്തിയുടെ വ്യാപാര പ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപാദാനത്താൽ ശുശ്രൂഷകാരനായി തീർന്നു. സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായി എനിക്ക് ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെ കുറിച്ച് പ്രസംഗിക്കുവാൻ. അപ്പോൾ ഇവിടെ സുവിശേഷം എന്ന് നമ്മൾ കേട്ടു. സുവിശേഷത്തിൽ ക്രിസ്തുവിനെ മാത്രമല്ല, ക്രിസ്തുവിന്റെ അൺസേർച്ചബിൾ റിച്ചസും കൂടെ സുവിശേഷീകരണത്തിൽ ഉൾപ്പെടുന്ന സുവിശേഷമാണ് ക്രൂശിന്റെ സുവിശേഷം. वाक्य 8 पढ़ेंगे। मुझ पर जो सब पवित्र लोगों में से छोटे से भी छोटा हूँ, यह अनुग्रह हुआ कि मैं अन्य जातियों को मसीह के अगम्य धन का सुसमाचार सुनाऊं। तो पौलुस जब सुसमाचार सुनाते समय में उस केवल एक सुसमाचार क्या मसीह के बारे में नहीं, लेकिन उस मसीह में एक अगम्य धन का विषय का समाचार वो बांट रहा है। അപ്പോൾ കർത്താവ് ഭൂമിയിൽ വന്നപ്പോൾ ഒരു ദരിദ്രനായിട്ടാണ് ലോകം അവനെ കണ്ടത്. प्रभु जब इस दुनिया में आया तो संसार ने उसको, यीशु को देखते समय में ये गरीब व्यक्ति है, दरिद्र व्यक्ति है, इस रीति से जगत ने उसको देखा। ആ ദരിദ്രനായി വന്നതിന്റെ അർത്ഥം തന്നെ, അല്ലെങ്കിൽ അതിന്റെ പിന്നിലുള്ള ദൈവിക കൃപ എന്ന് പറയുന്നത് ഈ സുവിശേഷത്തിന്റെ അനുഗ്രഹം ലഭിക്കുന്നവരെ ഈ സുവിശേഷകന്റെ അനുഗ്രഹമാകുന്ന ധനവും കൂടെ പ്രാപിക്കണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. तो उस दरिद्र अवस्था में आने का उद्देश्य ही यही है कि सुसमाचार सुनने के द्वारा जितने लोग नया जन्म पाएंगे, विश्वास पाएंगे, उन लोगों को प्रभु का ये अगम्य धन का भागी बना सके, इस रीति से है प्रभु उस तरीके से आया। ഇത് നമ്മള് സുവിശേഷം കേൾക്കുമ്പോൾ പലരും തങ്ങളുടെ ഈ ഭൂമിയിലെ ഭൗമിക അവസ്ഥയിൽ ഒരു മാറ്റം വരാൻ ഈ ആയുസ്സിലേക്ക് മാത്രമുള്ള ഒരു സുരക്ഷിതത്വത്തിന് വേണ്ടി യേശുവിൽ വിശ്വസിക്കുന്ന അനേകരുണ്ട്. हम जानते हैं कि दुनिया में ऐसे बहुत से लोग हैं, जब वो लोग यीशु के नाम में जब सुसमाचार सुनते समय में, वो सुसमाचार सुनने का उन लोग का उद्देश्य क्या है कि उन लोग का जो शारीरिक परिस्थिति है या दुनिया भर में जो थोड़े समय के लिए जो जिंदगी जी रहे हैं, उस जिंदगी में थोड़ा परिवर्तन हो जाए, थोड़ा बदलावट हो जाए, ये शारीरिक जीवन थोड़ा अच्छे से हो जाए, ये सब अच्छा हो जाने के उद्देश्य में उन लोग सुसमाचार सुनकर यीशु के पीछे होने आते हैं। അപ്പോൾ ഈ സ്വർഗീയ ധനവും ഈ ഭൂമിയിലെ ധനവും തമ്മിലുള്ള വ്യത്യാസം അതേക്കുറിച്ച്, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ അപ്രമേയ ധനവും ഈ ഭൂമിയിൽ നമ്മൾ കാണുന്ന ധനവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ തിരിച്ചറിഞ്ഞ് ഏത് ധനമാണ് ഞാൻ പ്രാപിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ധനമാണ് എൻ്റെ ഹൃദയത്തിൽ ഞാൻ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നതിന്റെ ഒരു നേർക്കാഴ്ചയാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. तो इसके लिए स्वर्गीय धन और सांसारिक धन या फिर प्रभु का जो अगम्य धन है, जो अगम्य धन जो प्रभु में है, या संसार का धन जो नाश होने वाला धन है, इसमें फर्क जानकर एक विश्वासी कौन सा धन में है और कौन सा धन के पीछे होना है करके इस विषय के बारे में हम थोड़ा पढ़ेंगे। ആദ്യമായിട്ട് നമുക്ക് ഈ ഭൂമിയിലെ ധനം അത് സദൃശ്യവാക്യം 11-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. नीति वचन उसका 11:4 में हम पढ़ते हैं। 11:4 कोप के दिन धन से तो कुछ लाभ नहीं होता, परंतु धर्म मृत्यु से भी बचाता है. അപ്പൊ ഇവിടെ നമ്മൾ വായിക്കുന്നത് ക്രോധ ദിവസത്തിൽ ഈ ഭൂമിയിലെ സമ്പത്ത് ആ വ്യക്തിക്ക് ഉപകരിക്കപ്പെടുന്നില്ല. यहाँ पर हम पढ़ते हैं कि क्रोध का दिन जब आएगा, उस दिन मनुष्य ने जितना भी कमाया हुआ धन, उसका वो धन उसको कोई लाभ नहीं, उसको बचा नहीं सकता। ഇവിടെ ക്രോധ ദിവസം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മള് യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 3-ാം അധ്യായത്തിന്റെ 35-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, യേശുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, യേശുവിൽ വിശ്വസിക്കാത്തവനിൽ ദൈവക്രോധം വസിക്കുന്നതേ ഉള്ളൂ. हम लोग वो क्रोध का दिन करके जब बोलते समय में उसका अर्थ को हम लोग
यूहन्ना का सुसमाचार उसका 3रा अध्याय उसका 36 में पढ़ते समय में जो कोई परमेश्वर पे विश्वास करता है उसके अंदर अनंत काल का जीवन है, परंतु जो पुत्र को नहीं मानता उनके अंदर परमेश्वर का क्रोध अभी भी उसके अंदर है करके हम पढ़ते हैं। ഇപ്പൊ നമുക്കറിയാം ധനവാനും ലാസറിന്റെയും വിഷയത്തിൽ അവൻ മരിച്ച ദിവസം അവൻ ദൈവക്രോധത്തിൽ പിടിക്കപ്പെട്ടു, അല്ലെങ്കിൽ ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും സകല മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. तो हम जानते हैं कि धनवान और लाजरस का घटना में जैसे ही धनवान मरा तुरंत वो परमेश्वर का क्रोध में वो बंधित हो गया और यातना जगह पर गया, जिसलिए हम पढ़ते हैं कि एक बार मृत्यु फिर न्याय मनुष्य के लिए नियुक्त किया गया है। അപ്പോൾ ഒരാൾ മരിച്ചു കഴിയുമ്പോൾ അവനിൽ ദൈവക്രോധം വരാതിരിക്കണമെങ്കിൽ അവൻ തികച്ചും സമ്പന്നനായിട്ട് തന്നെ ആയിരിക്കണം മരിക്കേണ്ടത്. അവന് മരിക്കുന്ന സമയത്ത് അവൻ ധനികനല്ല എങ്കിൽ അവന്റെ മേൽ ദൈവക്രോധം വരും. इसके लिए एक व्यक्ति जब मरते समय में या शारीरिक मृत्यु होते समय में वो व्यक्ति कौन होना चाहिए? वो व्यक्ति एक धनवान होना चाहिए। अगर सही धन उसको अगर प्राप्त किया है तो ही वो सुरक्षित जगह स्वर्गीय स्तर पर पहुंचेगा। अगर उसने सही धन नहीं पाया है तो वो नरक में ही जाएगा। ലാസറെ സംബന്ധിച്ചിടത്തോളം അവന് ഭൗമികമായി നോക്കുമ്പോൾ അവൻ ദരിദ്രനാണെങ്കിലും ക്രിസ്തുവിന്റെ അപ്രമേയ ധനം അവനിൽ വിശ്വാസമായി വന്നതുകൊണ്ട് അവൻ ഈ ഭൂമിയിൽ മരിച്ചപ്പോൾ ദൈവദൃഷ്ടിയിൽ അവൻ ധനവാൻ തന്നെയാണ്. तो लाजरस का अवस्था को हम देखते हैं समय में लाजरस भले ही संसार के रीति में एक गरीब आदमी है, भिखारी का जिंदगी उसने जिया हो, परंतु क्योंकि वो प्रभु में आश्रय करके जिया तो क्या हो गया, वो अगम्य धन प्रभु का जो सच्चा धन में प्राप्त कर वो मरा, जिसकी वजह से क्या हो गया, परमेश्वर उसको गरीब व्यक्ति करके नहीं देखता बल्कि परमेश्वर लाजरस को एक धनवान व्यक्ति के रीति से देखता है। കാരണം സുവിശേഷത്താൽ ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമ്പോൾ क्योंकि सुसमाचार के द्वारा जब एक व्यक्ति का नया जन्म होता है അല്ലെങ്കിൽ ആ വ്യക്തി യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ या फिर वो व्यक्ति जब प्रभु यीशु मसीह को जब स्वीकारता है ഈ ക്രിസ്തുവിന്റെ ധനത്തിന്റെയും കൂടെ പങ്കാളിയായി തീരുകയാണ്. അപ്രമേയ ധനത്തിന്റെ ഒരു പങ്കാളിയായി തീരുകയാണ് ആ വ്യക്തി. उसी क्षण जिस समय उसका नया जन्म हुआ वो उसी क्षण क्या होता है, प्रभु का ये अगम्य धन का वो भागी हो जाता है। क्यों? क्योंकि ये सुसमाचार के द्वारा वो पापी जब प्रभु पर विश्वास कर उद्धार पाता है तो वो प्रभु का ये अगम्य धन में सहभागी हो जाता है। നമ്മള് സദൃശ്യവാക്യം 13 അധ്യായം 8 വാക്യം കൂടെ വായിക്കുമ്പോൾ नीति वचन उसका 13 का 8 जब हम पढ़ते हैं അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, മനുഷ്യന്റെ ജീവന് മറുവില അവന്റെ സമ്പത്ത് തന്നെ. हम पढ़ते हैं कि जो प्राण का जो छुड़ौती है वो मनुष्य का धन में है। അത് നമ്മൾ ഇങ്ങനെയാണ് വായിക്കേണ്ടത്, റാൻസം ഓഫ് എ മാൻസ് ലൈഫ് ഈസ് ഹിസ് റിച്ചസ് എന്ന് പറഞ്ഞാൽ റാൻസം പ്രൈസ് ഒരുവന്റെ വീണ്ടെടുപ്പ് വിലയാണ് അവന്റെ ധനം. तो मतलब क्या, वो प्राण का जो छुड़ौती का दाम है, जो मनुष्य को जो छुड़ौती देता है, छुटकारा देता है, उसका दाम उसका धन है। അപ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മളെ രക്ഷിച്ചപ്പോൾ जब प्रभु यीशु मसीह ने जब हमें बचाया നമുക്കൊരു ശാശ്വതമായ ഒരു ധനം നമുക്ക് വേണ്ടി കർത്താവ് സ്വർഗത്തിൽ കെട്ടിവെച്ചിട്ടാണ് നമ്മളെ കർത്താവായ യേശു ക്രിസ്തു നമ്മളെ രക്ഷിക്കുന്നത്. प्रभु यीशु मसीह जब हमारे लिए क्रूस पे मरते समय में और हमें उद्धार देते समय में हमारे लिए एक अनंत काल का धन प्रभु संभाल के रखकर प्रभु मरा। അതാണ് നമ്മൾ റാൻസം പ്രൈസ് എന്ന് ഉദ്ദേശിച്ചത്. റാൻസം പ്രൈസ് तो वो उसी को हम छुड़ौती का दाम हम कहते हैं। നമ്മള് സങ്കീർത്തനം 49 വായിക്കുമ്പോൾ हम लोग भजन संगीता 49 में जब हम पढ़ते हैं അവിടെ ഭൗമികമായിട്ട് ധനമുള്ളവർ മരിക്കുമ്പോൾ जब धनवान लोग जब मर जाएंगे അവിടെ നമ്മൾ അതിന്റെ 49 6 വാക്യം 49 का 6 में जब हम पढ़ते हैं അവർ തങ്ങളുടെ ധനസമൃദ്ധിയിൽ ആശ്രയിക്കുകയും ധനസമൃദ്ധിയിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു, എന്നാൽ അവൻ ശവക്കുഴി കാണാതിരിക്കത്തക്കവണ്ണം അവനൊരു വീണ്ടെടുപ്പ് വില ദൈവത്തിന് കൊടുത്തില്ല ആരും. അതുകൊണ്ടാണ് അവൻ മരിക്കുമ്പോൾ അവൻ വളരെ നിരാശയോടെ നരകത്തിലേക്ക് പോകുന്നത്. बाकी 6 पढ़ेंगे। जो अपनी संपत्ति पर भरोसा रखते और अपने धन की बहुतायत पर फूलते हैं, आगे उनमें से कोई अपने भाई को किसी भांति छुड़ा नहीं सकता। हाँ, तो ये जो धनवान लोग हैं जो अपने धन पर भरोसा कर और उस धन का बहुतायत पर फूलता है, वो लोग कभी भी अपना प्राण का छुड़ौती का दाम खुद से वो लोग भर नहीं सकते। ये दाम नहीं देने की वजह से क्या हो गया, वो व्यक्ति वो मनुष्य का प्राण नरक में जाता है। അപ്പൊ പാപം ചെയ്ത ദേഹി മരിക്കും എന്നുള്ള ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് മുമ്പിൽ
അതിനൊരു വലിയ അപ്രമേയ ധനം കെട്ടിവെച്ചെങ്കിൽ മാത്രമേ ഈ വ്യക്തിക്ക് രക്ഷപ്പെടാൻ കഴിയത്തുള്ളൂ. तो पाप का मजदूरी जो मृत्यु है, जो परमेश्वर का व्यवस्था कहता है, इस व्यवस्था के सामने एक मनुष्य अगर उसने अपना प्राण के लिए छुड़ौती का दाम दे दिया तो ही उस मृत्यु का दंड से वो बच सकता है. അവിടെ 49 വാക്യത്തിൽ 49 का 9 में हम पढ़ते हैं, वाक्य 9 पढ़ेंगे. कोई ऐसा नहीं जो सदैव जीवित रहे और कब्र को न देखे. അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയതാകുന്നു. वहां पर हम उसका 8 में हम पढ़ते हैं कि जो प्राण का जो छुड़ौती है बहुत ही भारी है, बहुत ही महंगा है. അപ്പൊ അതാണ് നമ്മള് പത്രോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നത്. നമ്മുടെ വീണ്ടെടുപ്പ് വില എന്ന് പറയുന്നത് പൊന്നെ വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തമാണ് ഈ അപ്രമേയ ധനം, അല്ലെങ്കിൽ അത് നമ്മുടെ പേരിൽ കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിൽ അടച്ചപ്പോൾ അതാണ് വീണ്ടെടുപ്പ് വില യേശു ക്രിസ്തു കൊടുത്തു എന്ന് പറയുന്നത്. അതാണ് ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമ്പോൾ അവൻ ധനവാനായി തീരുകയാണ് ക്രിസ്തുവിൽ, സ്വർഗത്തിൽ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നശിച്ചു പോകാത്ത ധനത്തിന്റെ ഉടമസ്ഥനായി തീരുകയാണ്. इसके लिए हम लोग पहले पत्रोस में जब पढ़ते समय में वहां पर हम पढ़ते हैं कि हमें नाशवान चीजों से, जो सोना चांदी जो नाशवान चीजें हैं, उस सब चीजों से लेकर नहीं हमें बचाया है, लेकिन प्रभु यीशु मसीह का बहुमूल्य लहू के द्वारा जो छुटकारे का दाम बनकर है हमें बचाया. तो वो प्रभु का लहू है जो हमारा छुटकारा का दाम है, छुड़ौती का दाम है, जो हमारे लिए कारण बना. ये छुटकारा का दाम जब प्रभु यीशु मसीह का लहू के द्वारा बहाने की वजह से और हमें वो दाम भरने के वजह से क्या हो गया, जो कोई भी इस प्रभु पर विश्वास करता है उस दाम का चुकता होने की वजह से वो एक धनी हो गया. स्वर्गीय रीति से, स्वर्गीय नजरिए से परमेश्वर के नजर में वो एक धनवान व्यक्ति हो गया. അതാണ് നമ്മൾ സദൃശവാക്യത്തിൽ വായിച്ചത്. ഒരാളുടെ വീണ്ടെടുപ്പ് വിലയാണ് അവനെ ധനവാനാക്കി തീർക്കുന്നത്. इसीलिए हमने नीति वचन में हमने प्रोवर्ब्स 13 का उसका 8 में हमने पढ़ा कि जो प्राण का जो छुटकारा का दाम है, जो मूल दाम है, जो मनुष्य का प्राण को बचाता है, वो दाम ही उसका धन है. അപ്പോൾ ഭൂമിയിൽ നമ്മൾ എത്ര ധനമുണ്ടെന്ന് പറഞ്ഞാലും അത് ക്രോധ ദിവസത്തിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ ന്യായവിധിയുടെ മുമ്പിൽ നിൽക്കാൻ അതിനെ കഴിയുകയില്ല. तो हमारे पास भूमि में कितना भी हमारा धन संपत्ति हो, कितना भी बड़ी हम लोग रईस क्यों ना हो या जायदाद हमें रखा हो, ये सब धन और जायदाद हमें परमेश्वर का क्रोध के दिन हमें बचा नहीं सकता. वो हमारा कुछ लाभ नहीं होगा. അപ്പോൾ നമ്മള് ഒരു വാക്യം കൂടെ അതിനോട് ചേർന്ന് വായിക്കുമ്പോൾ इसके साथ और एक वाक्य हम पढ़ते हैं. നമ്മുടെ സദൃശവാക്യം 11:28 വായിക്കുന്നു. उस नीति वचन 11 का 28 में हम पढ़ेंगे. അല്ലെങ്കിൽ നമ്മള് യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നത് നമ്മുടെ ഭൗമികമായ കാര്യത്തിന് വേണ്ടിയാണെങ്കിൽ അവൻ അപ്പൊ തന്നെ വീണു. കാരണം ധനത്തെ സ്നേഹിച്ചുകൊണ്ടാണ് യേശുവിനെ നമ്മൾ വിശ്വസിക്കുന്നതെങ്കിൽ അവൻ വീണുപോയി. കാരണം അവന് രക്ഷയില്ല എന്ന് 11:28 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 28 पढ़े. जो अपने धन पर भरोसा रखता है वह गिर जाता है. तो देखो, जो कोई अपना धन पर भरोसा रखता है वो गिर जाता है. मतलब एक व्यक्ति वो अगर प्रभु पे विश्वास कर रहा है और ये विश्वास कर रहा है कि यीशु में अगर मैंने विश्वास किया तो मेरा धन का बढ़ोतरी होगा, मुझे विकास मिलेगा, मुझे बहुत से अच्छे बातें मिलेगा करके, ऐसे यीशु पे धन का बढ़ोतरी के लिए अगर वो विश्वास कर रहा है तो वो उधर ही गिर गया है, वो उधर ही नाश पे है. അപ്പൊ ഒരാൾ യേശുവിൽ വിശ്വസിക്കുമ്പോൾ അവൻ നീതിമാനായി തീരുന്നതിന്റെ കാരണം എന്താണ്? ഈ വലിയ സ്വത്ത്, അപ്രമേയ ധനം കർത്താവായ യേശുക്രിസ്തു സ്വർഗത്തിൽ കെട്ടിവെച്ചത് കൊണ്ട് ഈ സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന വ്യക്തി, ആ വ്യക്തിയുടെ ധനത്തിന്റെയും പങ്ക്, അതാണ് അപ്രമേയ ധനം. അപ്പോൾ അവനാരാണ്? അവൻ നീതിമാനായി തീരുന്നു. അതാണ് അടുത്ത വാക്യം. इसके लिए हम जब, लेकिन परंतु जो कोई भी यीशु मसीह पे विश्वास करेगा, अगर वो परमेश्वर में वो धर्मी बन जाता है, धार्मिकता के निमित्त वो धर्मी हो जाता है, तो वही सचमुच व्यक्ति है जो सच्ची रीति से उद्धार का अनुभव में जीने वाला व्यक्ति, वही व्यक्ति जिसको उद्धार मिला, वही सच्चा धनवान है. उसी को ही प्रभु का अगम्य धन का सहभागिता मिला है. क्यों? क्योंकि उसने प्रभु पे विश्वास करने की वजह से उसने धार्मिकता को हासिल किया, वो धर्मी ठहर गया परमेश्वर के नजर में. तो परमेश्वर ने जो उसके लिए जो धन तैयार करके रखा था वो उसका हिस्सेदार बन जाता है. क्योंकि जो कोई प्रभु पे विश्वास करेगा, प्रभु का बातों का भी हिस्सा उसमें हो जाता है. അപ്പോൾ എന്തുകൊണ്ടാണ് ദൈവം ഒരാളെ നീതീകരിക്കാനുള്ള കാരണം എന്താണ്? प्रभु एक व्यक्ति को धर्मी ठहराने का कारण क्या, किस विषय में है? ഈ ക്രിസ്തുവിന്റെ അപ്രമേയ ധന നിമിത്തമാണ്. प्रभु का ये अगम्य धन के आधार पर है. അപ്പൊ ദൈവം അവനെ ഉയർത്തി ദൈവത്തിന്റെ മകനാക്കി ദൈവത്തിന്റെ അവകാശം, അല്ലെങ്കിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ധനം അവിടെ നമ്മള് പത്രോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. അത് നമ്മളെ വിശ്വസിക്കുന്ന നിമിഷത്തിൽ നമുക്ക് സ്വർഗത്തിൽ നമുക്ക് അവകാശമായി കിട്ടും വീണ്ടും ജനിക്കുമ്പോൾ. അത് നമ്മള്
ഒന്ന് പത്രോസ് 1-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരാൾ എന്തിനാണ് വീണ്ടും ജനിക്കുന്നത് അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുന്നത്? ക്രിസ്തു ഈ ധനം നമുക്ക് കെട്ടിവെച്ചപ്പോൾ, അപ്രമേയ ധനം കെട്ടിവെച്ചപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടായി, നമ്മൾ ധനവാന്മാരായി തീരുകയാണ്. इसके लिए हम लोग प्रभु पे विश्वास करने के द्वारा पहला पत्रोस पहला अध्याय उसका तीसरा 3, 4 और 5 वाक्य पढ़ते समय में उसके आधार पर एक व्यक्ति जब विश्वास करने के द्वारा जब वो नया जन्म हो जाता है, दोबारा जन्म होने की वजह से वो क्या होता है, वो एक मिरास का वारिस हो जाता है, एक प्रभु का एक धन का हिस्सा हो जाता है, जो सुसमाचार के द्वारा विश्वास करने से नया जन्म होने की वजह से उसको मिलता है. അപ്പോൾ അവിടെ അവന് ജീവനുള്ള ഒരു ലിവിങ് ഹോപ്പ് അവനുണ്ട്. जिसके वजह से उसको एक जीवित आशा है. അവനെ പരിശുദ്ധാത്മാവ് അവനെ കാരണം അവൻ വിലയേറിയവനായതുകൊണ്ട് ദൈവത്തിന്റെ സംരക്ഷണത്തിന് കീഴിലാണ് അവൻ. ദൈവം അവനെ പ്രൊട്ടക്ട് ചെയ്യാണ്. കാരണം ഈ ഭൂമിയിൽ ദൈവത്തിന്റെ ധനവാനായി തീർന്നിരിക്കുകയാണ്, ദൈവത്തിന്റെ മകനായി തീർന്നിരിക്കുകയാണ്. और क्योंकि वो जीवित आशा में उसका नया जन्म होने की वजह से, प्रभु में जीने की वजह से वो क्या हो गया, अभी वो व्यक्ति परमेश्वर के नजर में बहुत मूल्यवान है. ये मूल्यवान व्यक्ति हमेशा पवित्र आत्मा का सुरक्षता का कंट्रोल में वो रहता है. കാരണം ദൈവാത്മാവിൽ സൂക്ഷിക്കപ്പെടുന്നു. അതിന്റെ 1-ന്റെ 4-ാം വാക്യം उसका 1-4 में हम पढ़ते समय में हम देखते हैं कि परमेश्वर में वो संभाला गया है करके हम पढ़ते हैं. അവനെ ഹോളി സ്പിരിറ്റ് അവനെ പ്രൊട്ടക്ട് ചെയ്യാണ്. കാരണം അവന് നശിച്ചു പോകാത്ത, നിലനിൽക്കുന്ന എന്നേക്കുമുള്ള ഒരു ധനത്തിന്റെ ഉടമസ്ഥനായി തീർന്നു. क्योंकि वो क्या हो गया, वो उस प्रभु में संभाला गया है. क्यों? क्योंकि परमेश्वर में जो ऐसा अविनाशी और कभी नाश ना होने वाला धन का मिरास भागी होने की वजह से प्रभु में वो संभाला गया है. അപ്പോൾ യേശുക്രിസ്തു എന്ന അപ്രമേയ ധനം ഉള്ള വ്യക്തിക്ക് ദൈവത്തിന്റെ ക്രോധ ദിവസത്തിൽ അത് അവൻ ഉപകരിക്കപ്പെടും. അതിൽ അവൻ ആശ്രയിക്കുന്നതുകൊണ്ട് ഒരിക്കലും അവൻ വീണു പോകത്തില്ല. നേരെ ഈ ഭൗമികമായ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ സ്വർഗീയ ധനം. तो इसके लिए प्रभु का वो अगम्य धन में या सुसमाचार के द्वारा जो कोई विश्वास कर उस अगम्य धन का वो भागी हो जाता है, विरास में उसको मिलता है. उसका अवस्था क्या है कि क्रोध के दिन में वो धन उसके खिलाफ नहीं बल्कि उसको लाभदायक होता है, उसको फायदा होता है, वो बच जाता है. क्यों? क्योंकि उसने उद्धार पाया है और वो धन उसका फायदा होकर वो एक वारिस बन जाता है. ഈ സദൃശവാക്യത്തിൽ തന്നെ ഇത് എടുക്കാൻ കാരണം ഇത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ധനവാനായി തീർന്ന ഒരു മനുഷ്യൻ അവസാനം അതിന്റെ പ്രയോജനമില്ലായ്മ പറയുന്ന ഭാഗമാണ് നമ്മൾ സദൃശ്യവാക്യവും സഭാപ്രസംഗവും ഒക്കെ. तो नीति वचन, सभा उपदेश और ये सब पुस्तकों में ये सब विषयों में लिखा गया, धनवान का विषय में, धन के विषय में लिखा गया. क्यों? क्योंकि इस दुनिया का जो सबसे बड़ा ज्ञानी व्यक्ति जब इस दुनिया का सबसे बड़ा धनवान व्यक्ति बन गया, ये धनवान व्यक्ति को समझ में आया कि दुनिया का धन का कुछ भी फायदा नहीं है. वो बोध जब आते समय में उसने नीति वचन और श्रेष्ठ गीत और सभा उपदेश का पुस्तकें लिखा. അപ്പം ഭൗമികമായ സമ്പത്തിന്റെ ന്യൂനതയെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് സ്വർഗീയ സമ്പത്തിന്റെ അനുഗ്രഹത്തെയും കൂടെയാണ് അത് വിളിച്ചു പറയുന്നത്. तो जहां पर जैसा हम लोग धनवान, जो दुनिया का धन का कमाई में क्या क्या फायदा नहीं है, कितना नुकसान है करके जब वचन हमें सिखाते समय में, उसी के साथ साथ स्वर्गीय धन का क्या क्या लाभ है करके वो भी वचन हमको सिखाता है. അതാണ് ക്രോധ ദിവസത്തിൽ ഭൗമിക ധനം ഉപകരിക്കത്തില്ല. എന്നാൽ ക്രോധ ദിവസത്തിൽ നമ്മൾ മരിക്കുന്ന ദിവസം നമ്മൾ എത്രയോ വലിയ ആദരവോടുകൂടെ സ്വർഗം നമ്മളെ സ്വീകരിക്കാൻ കാര്യം നമ്മൾ ധനവാനായിട്ടാണ് സ്വർഗത്തിൽ ചെല്ലുന്നത്. കാരണം ക്രിസ്തു എന്ന അപ്രമേയ ധനത്തിന്റെ ഉടമസ്ഥതയിലേക്ക് നമ്മളെയും കൊണ്ടുവന്നു. तो इसके लिए क्रोध का दिन आते समय में एक व्यक्ति अगर भूमि का वस्तु से अगर वो धनवान होकर क्रोध का दिन अगर वो मरता है तो क्या होगा, वो उसके लिए बहुत बड़ा नुकसान होगा. लेकिन एक विश्वासी जो नया जन्म पाया है उसको भूमि में कोई धन नहीं, लेकिन उसको क्रोध का दिन क्या होगा, वो एक आशीष का दिन है. क्यों? क्योंकि उसको मसीह का अगम्य धन का सहभागी मिलने की वजह से बहुत ही आदर और सम्मान के साथ वो स्वर्ग में स्वीकारा जाता है. അപ്പം 11-ന്റെ സദൃശവാക്യം 11-28 വായിച്ചത് അതിൽ ആശ്രയിക്കുന്നവൻ വീണു പോകും. നമുക്കറിയാം, അപ്പൊ യേശുവിൽ ഒരാൾ വിശ്വസിക്കുന്നു, പക്ഷേ അവന്റെ ചിന്ത ഭൗമികമായ ധനം ഉണ്ടാക്കുക എന്നുള്ളതാണെങ്കിൽ നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം ശിമോൻ എന്ന് പറഞ്ഞ വ്യക്തി, ആ വ്യക്തി യേശുക്രിസ്തുവിൽ വിശ്വസിച്ചിട്ട് ധനികനായി തീർന്നില്ല. കാര്യം അവൻ ഭൗമിക ധനത്തിനു വേണ്ടിയാണ് അവന് യേശുവിനെ വിശ്വസിച്ചത്. हम देखो वही नीति वचन 11 का 28 में पढ़ते समय में जो धन पर भरोसा करता है वो गिर जाता है. तो वो क्यों गिर रहा है? अगर वो व्यक्ति यीशु पर विश्वास करके दुनिया का धन को कमाने के लिए अगर वो विश्वास कर रहा है तो एक गिरावटी अवस्था में वो गिरा है, मतलब उसी अवस्थे में वो गिर पड़ा है. उसका उद्धार का अवस्था बहुत ही, उसको उद्धार नहीं मिल रहा है.
हम प्रेरितों का कार्य की पुस्तक में 8वां अध्याय में पढ़ते समय में हम एक जादूगर के बारे में पढ़ते हैं, सिमोन, जो हम देखते हैं कि प्रभु वो कैसा भी करके धनवान होने का कोशिश किया, लेकिन वो मसीह में आने के बाद धनी होने का कोशिश तो किया, लेकिन उसके लिए कुछ फायदा नहीं हुआ करके हम पढ़ते हैं। അവൻ സ്നാനപ്പെട്ടു, उसने बपतिस्मा लिया, സഭയോട് ചേർന്നു. मंडली में जुड़ गया, പക്ഷെങ്കില് യേശുക്രിസ്തുവിന്റെ അപ്രമേയ ധനം അവന് കിട്ടിയില്ല, അവന് ഹോളി സ്പിരിറ്റ് കിട്ടിയില്ല. കാരണം ഈ അനുഗ്രഹിക്കപ്പെട്ട ധനം അല്ലെങ്കിൽ ഈ വീണ്ടെടുപ്പ് വില സ്വർഗത്തിൽ കെട്ടിവെക്കുന്ന വ്യക്തിക്ക് ഉടനെ തന്നെ ഹോളി സ്പിരിറ്റ് കിട്ടുകയാണ്. കാരണം ഈ രക്തത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ആത്മാവിനെ കിട്ടുന്നത്. तो ये व्यक्ति बपतिस्मा लिया, सब प्रकार का स्वर्ग जो मंडली का रिवाज का कार्य सब उसने कर दिया, लेकिन उसको क्या हुआ, अभी तक मसीह का नया जन्म ना होने की वजह से उसको मसीह का अगम्य धन नहीं मिला, पवित्र आत्मा उसको नहीं मिला, पवित्र आत्मा ना मिलने की वजह से उसका उद्धार ही नहीं हुआ है। ऐसा व्यक्ति के विषय में हम देखते हैं कि इसलिए हम कहते हैं कि उसका नया जन्म नहीं हुआ। प्रभु पे विश्वास करने वाला व्यक्ति का खासियत क्या है कि वो आत्मा पाया हुआ व्यक्ति है और वो प्रभु का धन का वो हिस्सेदार है। അപ്പോൾ കർത്താവിന്റെ ധനത്തിൽ ആശ്രയിക്കുന്നവൻ വീഴുകയല്ല, പിന്നെയോ അവൻ പണിയപ്പെടുകയാണ്, അവനെ ഉയർത്തെഴുന്നേൽക്കുകയാണ്, അവന് എന്നേക്കും നിൽക്കുന്ന അല്ലെങ്കിൽ എന്നേക്കും അടിസ്ഥാനമുള്ള നീതിമാൻ എന്നേക്കും ഒരു അടിസ്ഥാനമുണ്ട്. കാരണം അവന്റെ ധനം സ്വർഗത്തിൽ കെട്ടിവെച്ചിട്ടുണ്ട്. इसके लिए एक धनवान, एक जो प्रभु में जो नया जन्म पाया विश्वासी, वो स्वर्गीय विषय में, आत्मिक विषय में वो धनी है, और वो आत्मिक विषय में धनी होने की वजह से उसका धन उसको कभी गिराएगा नहीं, बल्कि उसको वो बढ़ते जाता है, ऊंचाइयों में बढ़ते रहता है। അപ്പൊ നമ്മുടെ വീണ്ടെടുപ്പ് വില എന്നുള്ളതാണ് ഈ അപ്രമേയ ധനം. അത് ക്രിസ്തു തന്നെയാണ്. तो हमारा जो छुटकारा का दाम जो प्रभु ने दिया है वही हमारा असली दाम है, और वो दाम प्रभु ने अपना लहू के द्वारा हमें देकर बचाया। ഇനി വേറൊരു നിലയിൽ നമ്മൾ സദൃശ്യമാക്കി 23:5 വായിക്കുമ്പോൾ, नीति वचन 23 का 5 में हम पढ़ते हैं, നിന്റെ ദൃഷ്ടി ധനത്തിൽ പതിയുന്ന എന്തിന്, അത് ഇല്ലാതെയാവുമല്ലോ. കഴുകൻ ആകാശത്തേക്ക് എന്ന പോലെ അത് ചിറകെടുത്ത് പറന്നു പോകും. അവിടെ അതിന്റെ അർത്ഥം, ഇത് നമുക്ക് നഷ്ടമായി പോകും, എന്നാൽ യേശുക്രിസ്തുവിലുള്ള അപ്രേമ ധനം എന്നേക്കുള്ളതാണ്. അതാണ് അതിന്റെ വ്യത്യാസം. क्या तू अपनी दृष्टि उस वस्तु पर लगाएगा जो है ही नहीं? वह उकाब पक्षी के नाई पंख लगाकर निसंदेह आकाश की ओर उड़ जाता है। तो देखो ये किसके विषय में बोल रहा है, धन के संबंध में बोल रहा है, जो वो उड़ जाएगा और उसका कुछ लाभ नहीं होगा। परंतु प्रभु में जो नया जन्म पाया हुआ व्यक्ति का विषय क्या है, उसको अगम्य धन मिला है, स्वर्गीय धन मिला है, प्रभु का आशीष का धन मिला है। ये धन कभी हटता नहीं, कभी उड़कर जाता नहीं, वो सर्वदा हमेशा के लिए विश्वासी के साथ रहता है। നമ്മള് സദൃശ്യവാക്യം തന്നെ 27-24 വാക്യത്തിൽ വായിക്കുമ്പോൾ, उसका 27 का 24 में हम पढ़ते हैं, ഈ ഭൗമിക സമ്പത്ത് എന്നേക്കും ഇരിക്കുന്നില്ലല്ലോ, എന്നാൽ ക്രിസ്തു എന്ന അപ്രേമ ധനം ഇഹത്തിലും പരത്തിലും നമ്മുടെ സമ്പത്താണ്. हम देखते हैं कि संपत्ति जो है सदा नहीं ठहरता। ये कौन सा संपत्ति के बारे में कर रहा है? भूमि का संपत्ति जो इस दुनिया में हम कमाते हैं, लेकिन हम जानते हैं कि प्रभु में जो मसीह में जो धनवान है, जो स्वर्गीय धन कमाया है, वो सर्वदा रहता है, वो धन कभी बदलता नहीं, हटता नहीं। നമ്മളെ സമ്പന്നനാക്കാൻ വേണ്ടിയാണ് യേശു ദരിദ്രനായി വന്നത്. हमें धनवान बनाने के लिए तो यीशु दरिद्र बनकर आया। ഈ ധനമാണ് കർത്താവ് നമുക്ക് മറുവിലയായി സ്വർഗത്തിൽ കൊടുത്തത്, വീണ്ടെടുപ്പ് വിലയായി ദൈവത്തിന്. അതാണ് അതിനെക്കുറിച്ചുള്ള വിശ്വാസവും അതിനെക്കുറിച്ചുള്ള ഉറപ്പും ആണ് നമുക്ക് വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിന് സന്തോഷവും ആനന്ദവും തരുന്നത്. तो ये धनवान, ये जो धन है, जो वही था प्रभु ने हमें लहू के द्वारा हमारा प्रायश्चित दाम के रूप में प्रभु ने हमको दिया। वो दाम देने की वजह से हम लोग स्वर्ग में हम लोग धनवान हो गए। वो है प्रायश्चित बलि ही हमारा धन है। നമ്മൾ സഭാപ്രസംഗി 4-8 വാക്യം വായിക്കുമ്പോൾ, उपदेश 4 का 8 हम लोग पढ़ते हैं। അവിടെ നമ്മൾ വായിക്കുന്നു, അവിടെ ഒരു മനുഷ്യനെ കുറിച്ച് വായിക്കുന്നുണ്ട്. वहां पर एक व्यक्ति के बारे में हम देखते हैं, ഏകാഗിയായ ഒരു മനുഷ്യനുണ്ട്, അവൻ ആരുമില്ല, മകനില്ല, സഹോദരനുമില്ല, എങ്കിലും അവന്റെ പ്രയത്നത്തിന് ഒട്ടും അവസാനമില്ല, അവന്റെ കണ്ണിന് സമ്പത്ത് കണ്ട് തൃപ്തി വരുന്നുമില്ല. അവൻ ഒരുപാട് സമ്പാദിക്കുന്നുണ്ട്, പക്ഷെങ്കിൽ ആ സമ്പത്ത് അവന് തൃപ്തി കൊടുക്കുന്നില്ല. 8 पढ़ना। कोई अकेला रहता और उसका कोई नहीं है, ना उसका बेटा है ना भाई है, तो भी उसके परिश्रम का अंत नहीं होता, ना उसके आंखें धन से संतुष्ट होती है। तो देखो ये व्यक्ति क्या कर रहा है, परिश्रम में उसमें कोई कमी नहीं है, परिश्रम करते रहता है, परंतु ये परिश्रम करने के बाद भी क्या हुआ, धन कितना भी धन कमाया हो उसमें संतुष्टि नहीं है, तृप्तता नहीं है। എന്നാൽ യേശുക്രിസ്തുവിൽ ധനം കണ്ടെത്തി കഴിഞ്ഞാൽ,
लेकिन मसीह में जो स्वर्गीय धन को कमा लेता है, കർത്താവ് പറയാണ് ഞാൻ സമാധാനം തരുന്നു. അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് ധനമുണ്ട്. അപ്പോൾ ആ സ്വർഗീയ ധനത്തിന്റെ ബേസിലാണ് നമുക്ക് ഈ ഭൂമിയിൽ സമാധാനം ഉള്ളത്. ലോകം തരുന്നത് പോലുള്ള സമാധാനമല്ല. इसलिए प्रभु कहता है कि जो मुझ पर विश्वास, मैं तुमको शांति दूंगा, एक ऐसा शांति जो तुमको संसार नहीं देता। क्यों ऐसा प्रभु क्यों बोलता है? क्योंकि शांति देते समय में प्रभु ऐसा क्यों बोल रहे हैं कि हमारे पास शांति है? क्यों? क्योंकि हम लोग स्वर्ग में धनवान है, स्वर्ग में हमको प्रभु का मिराज मिला है। तो जिसके पास प्रभु का मिराज मिला है वो संसार के लोगों के समान नहीं है, क्योंकि उसका शांति संसार से अलग है। അപ്പോൾ നമ്മൾ 1 തീമോഥെയോസ് അതിന്റെ 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ വായിക്കുന്നത്, ഒരുവൻ ക്രിസ്തുവിൽ ആയി കഴിഞ്ഞാൽ, ക്രിസ്തുവിന്റെ ധനം കിട്ടിക്കഴിഞ്ഞാൽ, ഈ ഭൂമിയിൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടിട്ട് അവൻ കണ്ടന്റ്മെന്റ്, സംതൃപ്തിയുള്ളവനാണ്, തൃപ്തിയുള്ളവനാണ്. पहला तिमोथी 6:10 में हम लोग पढ़ते समय में हम देखते हैं कि एक विश्वासी, जो नया जन्म पाया विश्वासी, वो कभी भी, वो जिसको मसीह का धन मिल चुका है, वो क्या होता है? वो मसीह में सब बातों में वो तृप्त रहता है। दुनिया के कोई भी बातों का अभिलाषा में वो गिरता नहीं, बल्कि वो एकदम तृप्त रहकर, खुश रहकर उस अवस्था में वो चलता है। वाक्य 8 में എന്നാല് അവൻ വിശ്വാസത്തിൽ വന്നിട്ട് അവന് അതിന്റെ 6-ന്റെ 9-ാം വാക്യം, लेकिन विश्वासी हो जाने के बाद 9वां वाक्य हम पढ़ेंगे। അതിന്റെ 9-ഉം 10-ഉം. 9 और 10 पढ़ना। पर जो धनी होना चाहते हैं वे ऐसी परीक्षा और फंदे और बहुतेरे व्यर्थ और हानिकारक लालसाओं में फंसते हैं, जो मनुष्यों को बिगाड़ देती है और विनाश के समुद्र में डुबा देती है। क्योंकि रुपयों का लोभ सब प्रकार की बुराइयों की जड़ है, जिसे प्राप्त करने का प्रयत्न करते हुए कितनों ने विश्वास से भटक कर अपने आप को नाना प्रकार के दुखों से छलनी बना लिया है। അപ്പൊ ക്രിസ്തു എന്ന ഈ അപ്രമേയ ധനം കിട്ടിയിട്ടും അവൻ തൃപ്തി പ്രാപിക്കുന്നില്ല, അവന് സന്തോഷം വരുന്നില്ല, സമാധാനം വരുന്നില്ല, പിന്നെയും ഭൂമിയിൽ അഴലുന്ന ഒരു ജീവിതമാണ് എങ്കിൽ അവന്റെ കാര്യം, അല്ലെങ്കിൽ ദൈവത്തിന്റെ ക്രോധം അവനിൽ വസിക്കുന്നു. കാരണം സുവിശേഷത്തിന്റെ ശരിയായ ക്രൂശിന്റെ വചനം അവൻ കേട്ടില്ല. तो इसके लिए एक विश्वासी बन जाने के बाद वो अभी भी तड़प रहा है, उसमें शांति नहीं, उसमें तृप्तता नहीं, आनंद नहीं। तो ये सब प्रभु का नाम तो लेकर वो घूम रहा है, लेकिन फिर भी वो तृप्त नहीं है। तो मतलब क्या है? वो एक बहुत बड़ा फंदे में फंसा है। क्यों? क्योंकि उसने प्रभु का छुटकारा का अवस्था को उसने समझा नहीं। मतलब वो ऐसा क्यों हो रहा है समझ नहीं पा रहा है, क्योंकि परमेश्वर का क्रोध अभी भी उसके अंदर बसा हुआ है। क्योंकि सुसमाचार के द्वारा परमेश्वर का क्रूस का संदेश, जो उसको सभी संसार का मोह अभिलाषा से छुटकारा देता है, वो बात का विश्वास उसके अंदर नहीं आने की वजह से परमेश्वर का क्रोध अभी भी उसके अंदर बसा हुआ है। അപ്പൊ ക്രിസ്തു എന്ന ധനം എന്ത് ചെയ്യുന്നു? നമുക്ക് തൃപ്തി തരുന്നു. നമ്മളിവിടെ സഭാപ്രസംഗം വായിച്ചത് ഭൗമിക ധനം തൃപ്തി തരുന്നില്ല, എന്നാൽ ക്രിസ്തു എന്ന അപ്രമേയ ധനം നമുക്ക് തൃപ്തി തരുന്നു. जैसा हमने नीति वचन में हमने पढ़ा था, संपत्ति हमें कभी भी जो है वो हमें कभी भी हमें तृप्तता नहीं देता, वो हमें शांति नहीं देता। लेकिन मसीह जो हमारा धन है, वही हमें सचमुच हमें सही रीति से हमें तृप्तता देता है। സഭാപ്രസംഗി 5:12 വായിക്കുമ്പോൾ सभा उपदेश 5:12 में हम पढ़ते हैं। 5:12 पढ़े। परिश्रम करने वाला चाहे थोड़ा खाए या बहुत, तो भी उसकी नींद सुखदायी होती है, परंतु धनी के धन के बढ़ने के कारण उसकी नींद नहीं आती। നമുക്ക് ഈ ഭൂമിയിലുള്ള ഒരു ധനവാൻ അവൻ ധനത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ, അവരെ കുറച്ച് പണം കിട്ടിക്കഴിയുമ്പോൾ അവർ പിന്നെ ഉറക്കം വരുന്നില്ല. എന്നാൽ दुनिया का धनवान लोग कैसा है? देखो, दुनिया का धनवान, जब दुनिया का धन का संपत्ति बढ़ते जाता है, धन थोड़ा बढ़ गया तो वो धन बढ़ गया बोलने के बावजूद भी उसको नींद नहीं आ रहा है, उसको तृप्तता नहीं है, शांति नहीं है। എന്നാൽ ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം അവൻ എപ്പോഴും വിശ്രമമാണ്. അവനെ ക്രിസ്തുവിൽ അവൻ എപ്പോഴും ഉറക്കമുണ്ട്. അവന് കിടക്കുമ്പോഴേക്കും അവൻ ഉറക്കം വരും. കാരണം അവന്റെ ധനം ക്രിസ്തുവാണ്. കാരണം അതിന്റെ കാരണം, അതായത് കർത്താവ് പറഞ്ഞു, അത് കള്ളന്മാര് മോഷ്ടിച്ചുകൊണ്ട് പോകും, അത് പുഴു അരിച്ചു പോകും എന്നൊക്കെ ഉള്ളത് കൊണ്ട് ഇവന് അത് ആരെങ്കിലും അടിച്ചുകൊണ്ട് പോകുമോ, എനിക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം നിമിത്തം അവൻ ഉറക്കം വരുന്നില്ല. परंतु जो मसीह में है, जो सच्चा विश्वासी है, वो एक सच्चा विश्राम में है, वो एक सच्चा आनंद में है। एक सच्चा विश्वासी जो नया जन्म पाया हुआ विश्वासी, जिसको प्रभु का अगम्य धन है, उस मसीह का वो धन, स्वर्गीय धन, ईश्वरीय धन पाने की वजह से क्या हो गया? उसको एकदम तृप्तता है। वो बिस्तर देखेगा, लेट जाएगा। लेकिन संसार का धनवान का अवस्था क्या है? उसको नींद नहीं रहता, तृप्तता नहीं, चैन नहीं। क्यों? क्योंकि यीशु ने क्या कहा? ये संसार का धन का अवस्था क्या है? चोर आकर चोरी कर सकता है, जंग पकड़ सकते हैं, कीड़े लग सकता है। ये सब अवस्था होने की वजह से दुनिया के धन वाले लोगों को, धनी लोगों को उसका धन का चिंता होने की वजह से नींद नहीं आता। തന്നെയല്ല, അതിന്റെ അടുത്ത വാക്യം നമ്മൾ വായിക്കുന്നത്, उसका अगला वाक्य हम पढ़ते, 13 वाक्य पढ़े।
मैंने धरती पर एक बड़ी बुरी बला देखी है, अर्थात वह जन जिसे उसके मालिक ने अपनी ही हानि के लिए रखा हो. നോക്ക, അവന് അനർത്ഥം വരുത്തും. ഈ ഭൂമിയിലെ ധനം എന്ത് ചെയ്യുന്നു? അവൻ അനർത്ഥം കൊണ്ടുവരും. तो भूमि का धन क्या कर रहा है? उसको जो उसका ही हानि हो रहा है उसके ऊपर अनर्थ ला रहा है. എന്നാൽ ക്രിസ്തുവിന്റെ ധനം അവന് സുരക്ഷിതത്വമാണ്, അതൊരു കോട്ടയാണ്, അത് ജീവനാണ്, അത് നിത്യമാണ്, അത് मसीह का ദൈവത്തിന്റെ धन क्या है? പ്രബോധനമില്ല. मसीह का धन क्या है? वो एक सुरक्षता है, वो एक बहुत बड़ा कवच है, वो उसको संभालने वाला एक सन है, क्योंकि मसीह का धन उसको शांति देता है. അപ്പൊ സഭാപ്രസംഗം തന്നെ 5:14 വായിക്കുന്നുണ്ട്. और 5:14 में हम पढ़ते हैं, ആ 14 സമ്പത്ത് നിർഭാഗ്യവശാൽ നശിച്ചു പോകും. ये धन का अवस्था क्या हो गया? पढ़ना 14. और वह किसी बुरे काम में उठ जाता है और उसके घर में बेटा उत्पन्न होता है, परंतु उसके हाथ में कुछ नहीं रहता. तो धन का अवस्था क्या है कि उसके हाथ में कुछ नहीं रहता. എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് പിന്നെ നമ്മള് ശിമോൻ എന്ന് പറയുന്ന വ്യക്തിയോട് അപ്പോസ്തല പ്രവൃത്തി 8-ാം പത്രോസ്, നിന്റെ ധനം നിന്നോടുകൂടെ നശിച്ചു പോകും. यही बात प्रभु ने शिमोन का, वो पत्रोस ने वो शिमोन जादूगर वालों को प्रभु ने कहा कि हे शिमोन जादूगर, क्योंकि तूने मुझे पैसा देकर पवित्र आत्मा को खरीदने का विषय बोला, तेरा ये पैसा तुझे नष्ट लेकर है, तेरा ये पैसे के साथ साथ तू भी नष्ट हो जाएगा. എന്നാല് ക്രിസ്തു എന്ന ധനം ഒരിക്കലും നശിക്കുന്നില്ല. परंतु मसीह जो हमारा धन है वो कभी नाश नहीं होता. അപ്പം ഈ ഭൂമിയിൽ വെച്ച് നമുക്ക് അടിത്തറ, ഏറ്റവും അടുത്ത യുഗത്തിലേക്കുള്ള ഒരു അടിത്തറയാണ് യേശു ക്രിസ്തു എന്ന ധനം. അത് ഇല്ലാതെ ഈ ഭൗമികമായ കാര്യങ്ങളിലേക്ക് ക്രൂശിന്റെ വചനം ഒഴിച്ചു നിർത്തിക്കൊണ്ടുള്ള എല്ലാ സുവിശേഷ പ്രവർത്തനങ്ങളും എല്ലാ ആരാധനയും എല്ലാം നശിച്ചു പോകും. കാരണം അത് കൊടുക്കാൻ സാത്താന് കഴിയും. അതാണ് കർത്താവിനെ മലയിൽ കൊണ്ടുപോയിട്ട് പറയുകയാണ്, ഇത് എന്നെ നമസ്കരിച്ചാൽ ഇതെല്ലാം നിനക്ക് കിട്ടും. इसके लिए हम जानते हैं कि जो स्वर्ग का राज, आने वाले युग का जो सबसे बड़ा नींव बात है वो है मसीह और मसीह में संभाला हुआ धन. जो कोई मसीह में है उस धन में, ईश्वरीय धन में, स्वर्गीय धन में एकदम तृप्त और उसी राज्य में वो बढ़ते रहता है और उसी में संभाला जाता है. परंतु जो संसार का धन है वो उसका नाश का कारण है. और ये कौन देता है हमें? शैतान भी. यीशु का नाम में हम लोग धन कमाने का कोशिश करते समय में दुनिया में हमें आसानी से मिल जाएगा. क्यों? क्योंकि शैतान देता है. हम जानते हैं कि शैतान ने आकर यीशु से क्या कहा? ये संसार का सारा मोह, ये सब महिमा, ये सब मैंने बनाया है, ये सब मेरा है करके कहता है. ഇവിടെ നമ്മള് സാത്താനാണ് നമുക്ക് ധനം തരുന്നത് എന്നുള്ള അർത്ഥത്തിലല്ല. കാരണം ഇവിടെ നമ്മൾ സുവിശേഷത്തിന് വേണ്ടി വരുന്നത് ഈ ധനത്തിന് വേണ്ടിയാണെങ്കിൽ, കാരണം ഈ വീണ്ടെടുപ്പ് എന്ന അനുഗ്രഹിക്കപ്പെട്ട വഴി മനസ്സിലാക്കാതെ, ക്രൂശിന്റെ വഴി മനസ്സിലാക്കാതെ നമ്മൾ ഈ വരുന്ന ഈ പണത്തിന് വേണ്ടി മാത്രം സുവിശേഷം വിശ്വസിക്കുന്നവരുടെ കാര്യമാണ് പറഞ്ഞത്. तो मैं जब कहते समय में शैतान हमें धन देता है बोलते समय में, मैं ये नहीं बोल रहा हूँ कि शैतान सारा धन का अधिकारी है और सबको धन वही देता है. मेरा विषय ये क्या है कि जो कोई यीशु मसीह पर विश्वास करता है, यीशु ही उनका उद्धार करता है बोलता है, जो अपने आप को विश्वासी करके बोलता है, विश्वासी बोलने के बाद वो यीशु के पीछे क्यों हुआ? अगर धन कमाने के लिए अगर वो यीशु के पीछे आया है, थोड़ा धनवान होने के लिए, संसार में सुकून से जीने के लिए और धनवान होकर संपत्ति कमाने के लिए, अगर ये सब बातें सोचकर अगर वो यीशु के पीछे आ रहा है तो ऐसा व्यक्ति धोखे में है, ऐसा व्यक्ति शैतान के नियंत्रण में है. ഇത് കർത്താവ് തന്നെ ഈ കാര്യത്തിൽ ഒരു വ്യക്തത തരുന്നുണ്ട്. प्रभु स्वयं ही इस विषय में स्पष्टता बताता है. ഇവിടെ മർക്കോസിന്റെ സുവിശേഷം 10-ാം 23 വാക്യം हम लोग मरकोस का पुस्तक उसका 10:23 में हम पढ़ते हैं. അവിടെ 23, യേശു ചുറ്റും നോക്കി തന്റെ ശിഷ്യന്മാരോട് സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം എന്ന് പറഞ്ഞു. 23 पढ़े. यीशु ने चारों ओर देखकर अपने चेलों से कहा, धनवानों को परमेश्वर के राज्य में प्रवेश करना कैसा कठिन है. അപ്പൊ കർത്താവ് അവിടെ അടുത്ത വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. अगला वाक्य में हम पढ़ते हैं. चेले उसकी बातों से अचंभित हुए. इस पर यीशु ने फिर उनको उत्तर दिया, हे बालकों, जो धन पर भरोसा रखते हैं, उनके लिए परमेश्वर के राज्य में प्रवेश करना कैसा कठिन है. കർത്താവിന്റെ സമയത്ത് തന്നെയും കർത്താവിന് വേണ്ടി കല്ലറ ഒരുക്കിയത് ധനികവനായ ഒരു മനുഷ്യനാണ്. നീക്കോദെമസ് ഉണ്ടായിരുന്നു, അതുപോലെ ജോസഫ് ഉണ്ടായിരുന്നു. അവരൊക്കെയും ധനികരാണ്. അതുപോലെ തന്നെ നമ്മള് സുവിശേഷത്തിൽ ധനികരായിരിക്കുന്ന വിശ്വാസികളെ കാണാം. അപ്പൊ ധനമുള്ളതല്ല ഇവിടുത്തെ വിഷയം. പിന്നെയോ അതിൽ ആശ്രയിക്കാൻ വേണ്ടിയാണ് യേശുവിൽ വരുന്നതെങ്കിൽ അപ്പോഴും അവൻ ദൈവരാജ്യത്തിൽ വിശ്വസിച്ചിട്ട് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ച് ദൈവരാജ്യം പ്രാപിക്കുന്നില്ല, വീണ്ടെടുപ്പ് പ്രാപിക്കുന്നില്ല, ക്രിസ്തു എന്ന ധനം അവനെ ലഭിക്കുന്നില്ല. तो यहाँ पर प्रियो, धन यहाँ पर विषय ये नहीं है कि धनवान होना, ये नहीं है विषय.
बल्कि धन पर भरोसा करके जीना है विषय। हम जानते हैं कि यीशु का सेवा करते समय में बहुत सारे धनवान लोग प्रभु के पास आया था। खास रीति से यीशु का मृत्यु होते समय में उसको कब्र में गाड़ने के लिए धनवान लोग थे, उन्होंने कब्र खरीद कर प्रभु को गाड़ने के लिए वो लोग आए थे, और निकोदिमस भी वहां पर था। उसके अलावा बहुत से धनवान है। यीशु का पुनरुत्थान के बाद हम बहुत से धनवानों को देखते हैं जो सचमुच प्रभु में विश्वास होने की वजह से वो लोग ने सेवा किया और उन्होंने धन को प्रभु का राज्य का बढ़ोतरी के लिए इस्तेमाल किया। तो धनवान होना में एक विषय नहीं है। प्रभु यहाँ पर क्या कहता है मरकुस का पुस्तक 10:24 में कि जो धन पर भरोसा करता है उनको परमेश्वर का राज्य में प्रवेश करना कठिन है। तो धन पर आश्रय कर धन के पीछे भागकर यीशु का नाम लेकर धन का कमाए, यीशु में विश्वास किया तो मुझे धन मिलेगा, मैं धनवान होऊंगा, मैं सुकून से जीऊंगा, ऐसे बातें विश्वास करने लोगों के ऊपर आता है, परमेश्वर का राज्य में वो लोग प्रवेश नहीं करेंगे। അപ്പൊ ക്രിസ്തു എന്ന ധനമുള്ളവര് എത്ര സൗജന്യമായി ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കും? അവരാണ് तो मसीही अगर उनका धन है, अगर ये विश्वासी का धन अगर मसीह स्वयं है, तो वो लोग बहुत ही आसानी से राज्य में प्रवेश करेंगे। നമ്മൾ മത്തായി സുവിശേഷം അതിന്റെ 13-22 വാക്യം വായിക്കുമ്പോൾ मत्ती का पुस्तक उसका 13-22 में हम पढ़ते हैं। അവിടെ കർത്താവ് വിത്ത് വിതയ്ക്കുന്ന ഭൂമിയിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ഒരു കാര്യം വാക്യം മാത്രം, മുള്ളിനിടയിൽ 22 മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരു വചനം കേൾക്കുന്നുവെങ്കിലും ഈ ലോകത്തിന് ചിന്തയും ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കി. അപ്പം ധനം അവനെ വഞ്ചിക്കുന്നു, എന്നാൽ സ്വർഗീയ ധനം അവനെ വഞ്ചിക്കുകയല്ല, അവനെ ശരിയായിട്ട് അവനെ സ്നേഹിച്ച് ആത്മാർത്ഥതയോടെ അവനെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. बीज बोने का उदाहरण में प्रभु वहां पर बोलते हैं समय में, वहां पर एक विषय वहां पर बोलता है जो कांटों में गया हुआ विषय में 22 पढ़ना। जो झाड़ियों में बोया गया यह वह है जो वचन को सुनता है, पर इस संसार की चिंता और धन का धोखा वचन को दबाता है। देखो वहां पर देखो, तो जो झाड़ियों में गिरा हुआ है, कांटों में गिरा हुआ ये लोग कौन थे? अगर उन लोग धन पर आश्रय किया तो क्या होगा? धन एक धोखा उनको देगा, ये हो रहा है। लेकिन प्रभु में विश्वास करने वाला व्यक्ति जिसका धन अगर मसीह स्वयं है, मसीह उसको कभी धोखा नहीं देगा। അപ്പൊ നോക്കുക, ഈ ഈ ഭൂമിയിലുള്ള ധനം അവനെ വഞ്ചിക്കുകയാണ്. കാരണം അവൻ ചിന്തിക്കുകയാണ് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു, പക്ഷെങ്കിൽ നിത്യതയോടുള്ള ബന്ധത്തിൽ അവൻ വഞ്ചിക്കപ്പെട്ടു. കാരണം ക്രിസ്തു എന്ന ധനത്തെ അവന് കിട്ടിയില്ല. तो संसार जो विश्वासी मंडली में आता है, चर्च में आता है, आराधना करता है और ये सोचकर आ रहा है कि देखो मुझे बहुत धन मिला, बहुत पैसा मिला, मैं धनवान हूं, प्रभु यीशु ने मुझे कितना आशीष किया है, ऐसा बोलने वाला व्यक्ति दुनिया में उसको बहुत आशीष तो मिल रहा है, लेकिन राज्य में उसको धोखा मिल रहा है, तो वो व्यक्ति खोया हुआ व्यक्ति है। നമ്മള് ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 12-15 വായിക്കുന്നത് ഈ ഭൂമിയിലെ ധനം ജീവന് നിത്യജീവൻ ആധാരമല്ല. ലൂക്കോസ് 12-15. लूका का पुस्तक 12-15 जब पढ़ते समय में ये जो संसार का धन है वो क्या है? 12-15 पढ़े, सॉरी लूका 12-15. 12-15 पढ़े। और उसने उनसे कहा, चौकस रहो और हर प्रकार के लोभ से अपने आप को बचाए रखो, क्योंकि किसी का जीवन उसकी संपत्ति की बहुतायत से नहीं होती। അപ്പോൾ ഒരുവന് നിത്യജീവൻ കിട്ടുന്നത് ക്രിസ്തു തന്റെ അപ്രമേയ ധനമാകുന്ന തന്റെ രക്തം, വിലയേറിയ രക്തം സ്വർഗത്തിൽ കെട്ടിവെച്ചപ്പോൾ അത് വിശ്വസിക്കുമ്പോഴാണ് ആ വ്യക്തി ധനികനായി തീരുന്നതും അത് അവനെ വഞ്ചിക്കാതെ ജീവനാധാരം, സമൃദ്ധമായ ജീവൻ ഈ ക്രിസ്തുവിനെ അതിന്റെ ഉൾക്കാഴ്ചയോടെ കണ്ട് പരിശുദ്ധാത്മാവിന്റെ കൃപയോടെ കാണുമ്പോൾ അവൻ ജീവൻ വർദ്ധിച്ചു വരികയാണ്. तो एक व्यक्ति का जीवन का संपत्ति असली में उसका संपत्ति क्या है? वो मसीह है। क्योंकि वो विश्वास सुसमाचार को जब वो विश्वास करते समय में मसीह जब उसका धन बन जाता है, उसको उस जीवन के द्वारा उसको अनंत काल का जीवन मिलता है, जिसके वजह से वो मसीह का धन ही उसको एक आशीष बनता है और उसको लाभदायक होता है, फायदा होता है। 1 तीमुथियोस 6:17 വാക്യം കൂടെ വായിക്കാം. पहला तिमोथी 6:16 में हम पढ़ते हैं। കാരണം അല്ല, നിശ്ചയമില്ലാത്ത ധനം, ഒരു നിശ്ചയവുമില്ല. എന്നാൽ യേശുക്രിസ്തു എന്ന് പറയുന്നത് വളരെ നിശ്ചയമായിട്ടും നമുക്ക് കൃപാസനത്തിൽ അടുത്ത് വരാം. കാര്യം എന്താണ്? നമുക്ക് അവിടെ ധനമുണ്ട്, സ്വർഗീയന്മാരാണ്, നമുക്ക് സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കാരണം യേശു തന്റെ മറുവില കൊടുത്ത് നമ്മളെ വീണ്ടെടുത്തത് കൊണ്ട് നമുക്ക് നിശ്ചയമുള്ള ധനമാണ് നമുക്കുള്ളത്. 17 पढ़ना। इस संसार के धनवानों को आज्ञा दे कि वे अभिमानी न हो और चंचल धन पर आशा न रखे। देखो चंचल धन पर आश्रय ना रखे, मतलब ऐसा धन जो उनको चंचल करता है उस पर भरोसा करके जिए तो धोखा होगा। लेकिन मसीह जो हमारा धन जो है वो चंचल वाला धन नहीं, मसीह का जो हमारा धन है वो एक शांति और आनंद देने वाला धन है। वो हमें लाभदायक होता है, कभी चंचलित कर हमें गिराता नहीं लेकिन संभालता है। പിന്നെ നമ്മളിങ്ങനെ തുടർന്ന് വചനത്തിൽ വായിക്കുമ്പോൾ ഒരുപാട് സ്ഥലത്ത് പിന്നെ നമ്മൾ കാണുന്നുണ്ട് അത്
യാക്കോബിന്റെ ലേഖനം 5:2 വായിക്കുന്നത് പുഴു അരിച്ചു പോകും. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് മത്തായിയുടെ സുവിശേഷം 6:19 അത് കള്ളന്മാർ മോഷ്ടിക്കും, തുരുമ്പെടുത്തു പോകും. ഇങ്ങനെ ദൈവത്തിന്റെ വചനം ക്രിസ്തു എന്ന അപ്രമേയ ധനത്തെ വിശ്വാസത്തിൽ പ്രാപിക്കാൻ നമുക്ക് സുവിശേഷം കൊണ്ട് ഇടയായി തീർന്നില്ല എങ്കിൽ, നമ്മള് ഈ പറഞ്ഞ രീതിയിലുള്ളതാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ അത് നമ്മളെ നിരാശയിലേക്കും ദുഃഖത്തിലേക്കും താഴ്ത്തും. എന്നാൽ ക്രിസ്തു എന്ന ക്രിസ്തുവിനെ തന്നെയാണ് ധനമായിട്ട് ദൈവം തന്നിരിക്കുന്നത്. കാരണം തന്റെ ഏകജാതനായ പുത്രനെ തരുവാൻ മടിക്കാഞ്ഞത് കൊണ്ട് ആ ക്രിസ്തു എന്ന ധനമുള്ളപ്പോൾ നമ്മുടെ ഭൗമിക ആവശ്യങ്ങൾ കർത്താവ് തീർച്ചയായിട്ടും നമുക്ക് നൽകി തരികയും, നിങ്ങൾ അറിയുന്നതിന് മുൻപേ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളെ അറിയുന്ന കാര്യം നമ്മൾ അത്രയ്ക്ക് വിലയുള്ളവരായി തീർന്നു എന്നുള്ളത് കൊണ്ടാണ്. तो हम याकूब का पुस्तक में उसका 5:2 में पढ़ते हैं कि ये धन जो है जंग पड़ता है और कीड़े पड़ते हैं। यही बात यीशु ने मत्ती का पुस्तक में भी कहा था कि ये संसार का धन जो है उसमें कीड़े पड़ता है और उसमें खराब होता है, परंतु जो मसीह का धन है वो सबसे जो सुरक्षित, एक विश्वासी को भक्त को सच में आनंद देने वाला, उल्लास देने वाला अवस्था है। परंतु ये सब बातों को छोड़कर संसार की बातों में अगर वो रहकर, जिसमें कीड़े पड़ता है, चंचल होता है, धोखा देता है, ये सब बचाता नहीं, ऐसा अवस्थे में रहने वाला व्यक्ति के जीवन में कोई शांति नहीं, कोई आशा नहीं, कोई उल्लास नहीं। मसीह जिसका जो सच्चा धन है, अगर मसीह उसका धन बन जाता है, वही विश्वासी सच्चा आनंद में और शांतिपूर्वक जीवन जीता है। ഒരു വാക്യം കൂടെ വായിക്കുകയാണ് സങ്കീർത്തനത്തിൽ നിന്നും 39-ാം സങ്കീർത്തനം 6-ാം വാക്യം. 39 भजन संगीता का उसका 6 में हम पढ़ते हैं, മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്ന നിശ്ചയം, അവർ വ്യർത്ഥമായി പരിശ്രമിക്കുന്ന നിശ്ചയം, അവർ ധനം സമ്പാദിക്കുന്നു, ആരനുഭവിക്കുമെന്ന് അറിയുന്നില്ല. അവരനുഭവിക്കുമെന്ന് അവർക്ക് പറയാൻ പറ്റത്തില്ല, കാരണം ഇതൊരു നിശ്ചയമില്ല. എന്നാൽ ക്രിസ്തു എന്ന ധനത്തെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. आमेन। 6 पढ़े। सचमुच मनुष्य छाया से चलता फिरता है, सचमुच वे व्यर्थ घबराते हैं। वह धन का संचय तो करता है, परंतु नहीं जानता कि उसे कौन लेगा। तो इस दुनिया का धनवान लोग जब वो लोग दुनिया में रहते समय में धन तो कमा लेते हैं, धन तो इकट्ठा तो कर पाते हैं, परंतु वो लोग नहीं जानता कि कौन उसको इस्तेमाल करेगा, क्या उनको लाभ होगा क्या नहीं। ये अवस्था, ये है एक दुविधा जो संसार में धन कमाने वाले लोगों का अवस्था। लेकिन मसीह जो हमारा धन है, उसका खासियत क्या है? जिस व्यक्ति का मसीह ही उसका धन बन गया है, जब से उसको मसीह धन पाया है, वो उसी दिन से उसका अनुभव कर रहा है, उसी दिन से उसका लाभ उठा रहा है। അപ്പോൾ ക്രിസ്തു എന്ന അപ്രമേയ ധനവും ഭൗമികമായിട്ട് ലോക മനുഷ്യർ കാണുന്ന ധനവും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ചാണ് നമ്മൾ അല്പമായി ചിന്തിച്ചത്. तो मसीह जो हमारा अगम्य धन, जो सच्चा ईश्वरीय स्वर्गीय धन, और ये संसार का लोग जो संसारिक धन को पकड़कर भरोसा करके रखता है, इन दोनों में फर्क क्या है और दोनों का अवस्था क्या है, अभी इतना देर तक हम देख रहे थे। അപ്പം ഒരു ലോക മനുഷ്യന്റെ ധനമുണ്ടെങ്കിലും ക്രോധ ദിവസത്തിൽ അവൻ മരിക്കുന്ന ദിവസം അവന് അത് ക്രോധ ദിവസത്തിലേക്ക് പോകും. കാരണം അവനെ രക്ഷിക്കാൻ അവന്റെ ധനത്തിന് കഴിയുകയില്ല. എന്നാൽ അവനെ രക്ഷിക്കുന്നത് ദ്രവത്വമില്ലാത്ത ക്രിസ്തു എന്ന നിഷ്കളങ്ക കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം. ഈ രക്തത്തെ നമ്മള് ആത്മാവിന്റെ സഹായത്തോടെ കാണുന്തോറും നമ്മുടെ ധനത്തിന്റെ മഹത്വം വർദ്ധിച്ച് വരികയും ജീവന്റെ സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യും. तो इसके लिए संसार का धन एक व्यक्ति को क्रोध का दिन में उसको बचाता नहीं, बल्कि उसको नुकसान होता है। संसार का धन उसका कमाई करने के बावजूद भी उसको कुछ फायदा नहीं होगा। क्रोध का दिन में वो नाश को इकट्ठा करेगा, मतलब मृत्यु का दिन में क्या होगा, वो क्रोध में गिरेगा। लेकिन एक सच्चा विश्वासी, जो नया जन्म पाया हुआ विश्वासी, जिसका मसीह ही उसका धन है, वो उसके लिए मसीह जो उसका धन बन गया है, सबसे बड़ा आनंद का अवस्था रहेगा और वो एक उल्लास का दिन रहेगा। और वो मसीह में, और आज जब वो विश्वासी मसीह मेरा सचमुच मेरा असली धन है करके जब वो मनन करते रहता है, तो क्या होगा, आत्मिक दुनिया में उसका वही असीम धन बढ़ते रहता है और वो और आनंदमय होता है। നമ്മള് ഇതില് ഈ ക്രിസ്തുവിലുള്ള ധനമാണ് നമ്മുടെ പ്രശംസ. ക്രിസ്തുവാണ് നമ്മുടെ പ്രശംസ. അല്ലെങ്കിൽ ആ ക്രിസ്തുവിലുള്ള ധനം, ആ ഭൗമിക ധനത്തിൽ പ്രശംസിക്കുന്നവനെല്ലാം നശിച്ചു പോകും. യെരമ്യാവിന്റെ പുസ്തകത്തിൽ അത് വായിക്കുന്നുണ്ട്. നമ്മൾ ആ വാക്യങ്ങളെല്ലാം എടുക്കുന്നില്ല, ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ പറഞ്ഞത് ഈ ഭൂമിയിൽ ധനത്തെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ഓപ്പോസിറ്റ് ആണ് ക്രിസ്തു ധനം. കാരണം അത് ക്രോധ ദിവസത്തിൽ ഉപകരിക്കത്തില്ല. എന്നാൽ ക്രിസ്തു ക്രോധ ദിവസത്തിൽ ഉപകരിക്കപ്പെടും. അതിൽ ആശ്രയിക്കുന്നവൻ വീണുപോകും എന്ന് പറഞ്ഞാൽ നശിച്ചു പോകും. എന്നാൽ ക്രിസ്തുവിൽ ആശ്രയിക്കുന്നവൻ, ക്രിസ്തു ധനത്തിൽ ആശ്രയിക്കും, ഒരിക്കലും വീണുപോകില്ല. അങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളുടെയും കലവറയാണ് ക്രിസ്തു എന്ന അപ്രമേയ ധനം. इसके लिए हम लोग यिर्मयाह का पुस्तक में पढ़ते समय में हम देखते हैं कि इस दुनिया के धनवान लोग जो दुनिया के धन पर आश्रय करता है, वो लोग बच नहीं सकते, क्योंकि वो दुनिया का धन जो कमाया है उनको लाभ नहीं होगा।
लेकिन मसीह जो धन है, एक विश्वासी जब वो पाता है तो वो उसके लिए सबसे बड़ा आशीषमय है। इसके लिए प्रियो, ये दुनिया का जिस कोई भी प्रकार का धन, किसी भी रीति का प्रकार का धन जो है, उसको अगर हम देखा जाए तो मसीह जो हमारा धन है उसका एकदम विपरीत है। ये संसार का धन जो कमाने वाला वो नाश में जाएगा, लेकिन मसीह को जो धन कमा कर जिएगा वो कभी नाश को देखेगा नहीं। संसार का धन जो कमाता है वो गिर सकता है, वो गिर जाएगा, लेकिन मसीह जो उसका धन है वो कभी गिरेगा नहीं, संभाला रहेगा। वो संसार का धन उसको धोखा देता है, लेकिन मसीह जो धन है वो हमें कभी धोखा नहीं देगा, बल्कि संभालेगा और हमें उसमें शांति में, खुशी में जी पाएगा। ये है मसीह का धन पाने वाले विश्वासी लोगों का लाभ। ഈ ക്രിസ്തു എന്ന ധനമുള്ളവൻ ക്രിസ്തുവ് ഭൂമിയിലായിരുന്നപ്പോൾ എങ്ങനെ സംരക്ഷിക്കപ്പെട്ടോ അവന്റെ കാൽവറി ക്രൂശിൽ മരിക്കുന്ന ദിവസം വരെയും അവന്റെ തലമുടി ഒന്നും നിലത്ത് വീണില്ല, അല്ലെങ്കിൽ ശത്രുക്കൾക്ക് ആർക്കും അവനൊരു ദോഷം ചെയ്യാൻ കഴിഞ്ഞില്ല. അത്രയ്ക്ക് സുരക്ഷിതമത്വം ഉള്ളതുപോലെ ഈ ദൈവ പൈതലിനെയും ദൈവം സുരക്ഷിതനായി, അതാണ് നമ്മൾ പരിശുദ്ധാത്മാവിൽ സൂക്ഷിക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി. അല്ലെങ്കിൽ അപ്പോൾ ദൈവത്തിന്റെ വിലയേറിയ ധനവാന്മാരാണ് യേശുക്രിസ്തുവിന്റെ ക്രൂശിന്റെ വചനം വിശ്വസിച്ച് ധനികരായി തീർന്നിരിക്കുന്നത്. इसके लिए जिस रीति से यीशु मसीह दुनिया में जीते समय में वो हमेशा पिता पर आश्रय कर कर वो जिया, और परमेश्वर के वचन पर, जो परमेश्वर स्वयं ही उसका धन है, उस पिता पर आश्रय करके जिया। उसी रीति से प्रभु पर विश्वास करने वाले लोग, जिसका मसीह उसका धन बन जाता है, वो भी मसीह के समान सुरक्षित है। यीशु मसीह दुनिया में जीते समय में कोई भी प्रभु का बाल को बांका नहीं कर सकता था, उसका प्रभु का एक भी बाल गिरा नहीं, बल्कि वो संभाला गया था, सुरक्षित था। उसी रीति से हर एक विश्वासी इस दुनिया में जीते समय में जिसका मसीह उसका धन है, वो प्रभु में सुरक्षित है और प्रभु में वो संभाला गया, सुरक्षित है। ऐसा अवस्था में मसीह में जैसा मसीह का अनुभव है, वही वो विश्वासी का अनुभव रहता है। ഈ ക്രൂശിന്റെ വചനം, അതായത് ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് മനസ്സിലാകുകയുള്ളൂ. इसके लिए क्रूस का जो संदेश जो है, क्रूस का जो कथा, क्रूस का जो संदेश, जिनके ऊपर अनुग्रह मिला है वही समझ सकते हैं। അപ്പോൾ ഈ ക്രൂശിന്റെ ഈ അനുഗ്രഹത്തിലേക്ക് വിളിച്ചിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായിട്ടും ദൈവത്തിന് സ്തോത്രം. क्रूस का इस अनुग्रह का संदेश में सुनने के लिए जो भागी हुआ सभी नया जन्म उस विश्वासी लोगों को प्रभु का महिमा हो। നമുക്ക് പ്രാർത്ഥിക്കാം. प्रभु को महिमा मिले। हमें प्रार्थना करेंगे।